എൻ്റെ പേര് ഡോക്ടർ രാജ് കമൽ. ഞാനൊരു കൺസൾട്ടൻറ്റ് സർജിക്കൽ ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ്, കിംസ് വെറ്റിസ് ഹോസ്പിറ്റൽ, നെമ്മാറ. ഗ്യാസ്ട്രോ സർജറി വിഭാഗത്തിൻ്റെ ഹെഡും സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ പീതാംബറിൻ്റെ കൂടെ ഞാനൊരു 7 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ആദരിക്കുന്ന പരിപാടിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നമസ്കാരം, ഞാൻ ഡോക്ടർ അരവിന്ദ് വെങ്കിട്ടമ്മൻ, കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ്, കിംസ് വെറ്റിസ് ഹോസ്പിറ്റൽ, നെമ്മാറ, പാലക്കാട്. ഡോക്ടർ പീതാംബരനും ഞാനും കഴിഞ്ഞ 10 വർഷമായിട്ട് ഒന്നിച്ചൊരു ടീമായിട്ട് വർക്ക് ചെയ്ത് പാലക്കാടിൻ്റെ ജനങ്ങളെ സേവിച്ചുകൊണ്ട് വരികയാണ്. ഡോക്ടർ പീതാംബരൻ സാറിന് ആദരിക്കുന്ന ഈ ചടങ്ങിൽ ഞാൻ സാറിന് എല്ലാ ആശംസകളും നേരിടും. പീതാംബരൻ സാറെ കുറിച്ച് പറയുകയാണെങ്കിൽ, സാറിൻ്റെ കൂടെ ഒരു 7 വർഷത്തോളമായി ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണ്. സാറിൻ്റെ കൂടെ ഭയങ്കര കംഫർട്ടബിളാണ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ. സാറ് നല്ലൊരു സർജനാണ്. ഒരുപാട് കേസുകൾ നമ്മൾ മറ്റുള്ള ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, മറ്റുള്ള സർജന്മാരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും സാറിൻ്റെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു. സാറിനോട് ഞങ്ങൾ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, സാറ് എറണാകുളം അതുപോലെയുള്ള വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് സാറ് വർക്ക് ചെയ്തോടെ എന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞില്ല, ഞാൻ പാലക്കാട് വിട്ടിട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അന്ന് മനസ്സിലായി സാറിൻ്റെ നാടിനോടുള്ള അവിടുത്തെ രോഗികളെയൊക്കെ നല്ല വിധത്തിൽ നോക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് സാറ് എന്ന് മനസ്സിലായി. മോനൊരു നല്ല മോൻ തന്നെയാണ്. കാലത്ത് കുറച്ച് വികൃതി ഉണ്ടായിരുന്നു. പഠിക്കാൻ മിടുക്കൻ തന്നെയാണ്. സ്വഭാവത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല സ്വഭാവം തന്നെയാണ്. വികൃതി ചെറുപ്പത്തിലുണ്ടായിരുന്നു. ഡോക്ടർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവനും ചെറുപ്പത്തിൽ പറയുമായിരുന്നു, ഞാൻ ഡോക്ടറാവുന്നു. പക്ഷെ ആയി കിട്ടുക എന്നുള്ളത് നമുക്ക് ഇതുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ അവനായി. ബേസിക്കലി വർക്കഹോളിക്കാണ്. രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് എപ്പോഴാണ് എത്തണമെന്ന് അറിയില്ല. വീട്ടിലും ഇതിനൊന്നും കിട്ടാറില്ല. പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ എപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചാലും, ഈവൻ നല്ല രാത്രിയാണ് ഉറങ്ങിയിട്ടില്ലെങ്കിലും വയ്യെങ്കിലും കൂടി ഹോസ്പിറ്റലിൽ വിളിച്ച് ഞാൻ ഇപ്പം തന്നെ വരാം. അത് ഞാൻ ഒരിക്കലും മടി പറഞ്ഞ് കണ്ടിട്ടില്ല. എപ്പോഴായാലും ഞാനിപ്പോൾ എത്തിക്കോളാം എന്ന് പറഞ്ഞ് അസുഖം ഉണ്ടെങ്കിലും ഫോണ് കാണാറുണ്ട്. അച്ഛൻ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. പഠിത്തത്തിനൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യും. ലൈഫ് മാക്സിമം ഫ്യൂച്ചറിൽ സൂപ്പർ ആവാൻ വേണ്ടി എല്ലാം മാക്സിമം കാര്യങ്ങളും ചെയ്യാറുണ്ട്. കഴിഞ്ഞ 9 വർഷമായിട്ട് സാറിൻ്റെ കൂടെ സ്ക്രബ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന സ്റ്റാഫാണ് ഞാൻ. സാർ എപ്പോഴും അതിൻ്റെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. സാർ എപ്പോഴും പറയാറുണ്ട്, OT ടേബിളിൽ കിടക്കുന്ന ഓരോ പേഷ്യൻറ്റും നമ്മളുടെ ആരെങ്കിലുമൊക്കെ ആണെന്ന് കരുതി നമ്മൾ ട്രീറ്റ് ചെയ്യണമെന്ന് പറയാറുണ്ട്. പീതാംബരൻ സാറെ കുറിച്ച് 2 വാക്ക് പറയാൻ പറഞ്ഞപ്പോൾ നമുക്ക് പറയാൻ വാക്കുകളില്ല. ഒരുപാട് പറയാനുണ്ട്. ഞാനിവിടെ വന്നിട്ട് 9-9.5 വർഷമായി. സാറ് വന്ന അന്ന് മുതൽ നമ്മൾ കാണാൻ തുടങ്ങിയതാണ്. നമ്മളോടൊരു സ്റ്റാഫായിട്ടല്ല, കുടുംബം പോലെ തന്നെയാണ് ഇവിടെയുള്ള സ്റ്റാഫുകളെയും എല്ലാവരെയും സാർ കാണുന്നത്. എനിക്ക് പരിചയമുള്ള ഒരുപാട് പേഷ്യൻസ് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് ധൈര്യമായിട്ട് പീതാംബരൻ സാറെ ഏൽപ്പിക്കാം. കണ്ണം എടുത്തിട്ട് വിശ്വസിക്കാൻ പറ്റിയ സാറാണ്. 9 വർഷമായി ഞാൻ സാറോട് വർക്ക് ചെയ്യുന്നു. സാറ് പേഴ്സണലി സാറിൻ്റെ പ്രവൃത്തികളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പേഷ്യൻസ് ആയാലും ഭയങ്കര ഇഷ്ടമാണ്. 9 വർഷമായിട്ട് ഞാൻ കണ്ട ഡോക്ടറിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഡോക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പല പേഷ്യൻസിനോടും ഞാൻ എൻ്റെ സൈഡിൽ നിന്നും പല പേഷ്യൻസിനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കുറേ അധികം വർഷങ്ങളായിട്ട് സാറിൻ്റെ വർക്ക് ചെയ്യുന്നതാണ്. 2021 തൊട്ട് ഞാൻ സാറിൻ്റെ കൂടെ ഉണ്ട്. സാറിൻ്റെ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. സാറ് നമ്മൾക്ക്
ആദ്യമേ കാണുമ്പോൾ സാർ വിചാരിക്കും സാർ ഭയങ്കര ചൂടനാണ്. ചൂടൻ തന്നെയാണ്, ആവശ്യമുള്ള കാര്യങ്ങൾ നല്ലപോലെ ദേഷ്യപ്പെടും. പക്ഷേ നമുക്ക് പേഴ്സണലി അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് സാർ. നമ്മളിതുവരെ കണ്ടതിൽ ഏറ്റവും അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് സൈഡ് നോക്കുകയാണെങ്കിലും സ്റ്റാഫിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിലും വളരെയധികം നല്ല രീതിയിൽ അപ്രോച്ചബിൾ ആണ്. സാർ എന്ന് പറയുന്നതിനെക്കാട്ടിലും നമ്മളൊരു കൂടപ്പിറപ്പ് എന്നാണെങ്കിലും സാറിനെ പറയാം. കാരണം വെച്ചാൽ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ഒരു റോൾ മോഡലാണ്. ഒരു ഡോക്ടർ എങ്ങനെയൊക്കെ വേണം എന്നുള്ളത് സാറിനെ കണ്ട് ശരിക്കും പഠിക്കാൻ പറ്റും. ഒരു എമർജൻസി ക്രിട്ടിക്കൽ സിറ്റുവേഷനിലടക്കം, അതായത് ഇൻ ബിറ്റ്വീൻ സർജറി അടക്കം സാർ അത് ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് അതൊക്കെ നമുക്കിനി മീൻസ് കണ്ടു പഠിക്കുന്ന ഒരു ഇതാണ്. ആ സാറിൻ്റെ ഒരു വേ ഓഫ് തിങ്കിങ്, സാറിൻ്റെ വർക്ക് ആവട്ടെ, സാറിൻ്റെ പേഷ്യൻസുമായിട്ടുള്ള അപ്രോച്ച് ആവട്ടെ, നമുക്കൊന്നും പറഞ്ഞാൽ തീരാത്തൊരു കാര്യമാണ് അതൊക്കെ.